വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശ്രുതിയുടെ ആഗ്രഹപ്രകാരം അമ്മ സബിതയുടെ മൃതദേഹം പുറത്തെടുത്ത് മതാചാരപ്രകാരം വീണ്ടും സംസ്കരിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ട സബിതയുടെ മൃതദേഹം പുത്തുമല പൊതുശ്മശാനത്തിലായിരുന്നു നേരത്തെ സംസ്കരിച്ചിരുന്നത്. ദുരന്തം നടന്ന 11-ാം ദിവസമാണ് സബിതയുടെ മൃതദേഹം ലഭിച്ചത്. തിരിച്ചറിയാതെ ലഭിച്ച മൃതദേഹങ്ങൾ പുത്തുമലയിൽ കൂട്ടമായി സംസ്കരിക്കുകയായിരുന്നു. പിന്നീട് DNA പരിശോധനയിലാണ് സബിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്ന് മേപ്പാടി 10-ാം മൈൽ ഹിന്ദു ശ്മശാനത്തേക്ക് മാറ്റി സംസ്കരിക്കാൻ ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജൻസനും ശ്രുതിയും ഒരുങ്ങുന്നതിനിടെയാണ് ജൻസൻ്റെ ജീവൻ തട്ടിയെടുത്ത വാഹനാപകടം സംഭവിക്കുന്നത്. ഇതോടെ ശ്രുതിയുടെ ആഗ്രഹം നടക്കാതെ പോയി. കഴിഞ്ഞ ദിവസം ടി സിദ്ദീഖ് MLA-യോട് ശ്രുതി തൻ്റെ ആഗ്രഹം ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചതോടെ MLA മുൻകൈയെടുത്ത് പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്ന് വൈറ്റ് ഗാർഡിൻ്റെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്ത് മേപ്പാടി 10-ാം മൈൽ ഹിന്ദു ശ്മശാനത്തിൽ ഐവർ മഠത്തിൻ്റെ നേതൃത്വത്തിൽ ദഹിപ്പിക്കുകയായിരുന്നു. ചടങ്ങിന് സാക്ഷിയാകാൻ ശ്രുതിയെയും എത്തിച്ചിരുന്നു. ആംബുലൻസിൽ കിടന്ന് ശ്രുതി എല്ലാ ചടങ്ങുകളും വീക്ഷിച്ചു. കരയാതെ സങ്കടങ്ങൾ അടക്കിപ്പിടിച്ച് എല്ലാ ചടങ്ങുകൾക്കും ശ്രുതി സാക്ഷിയായി. അച്ഛൻ ശിവണ്ണനും സഹോദരി ശ്രേയയും ഇവിടെയാണ് അന്തിയുറങ്ങുന്നത്. അമ്മയും അവരോടൊപ്പം ഉണ്ടാകട്ടെയെന്നും ശ്രുതി പറഞ്ഞു. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും സംസ്കരിക്കുമ്പോൾ നിസ്സഹായയായി ശ്രുതി ശ്മശാന ഭൂമിയിലുണ്ടായിരുന്നു. അന്ന് താങ്ങായി കൂടെയുണ്ടായിരുന്ന ജൻസനും വാഹനാപകടത്തിൽ മരണപ്പെട്ടതോടെ എല്ലാ ധൈര്യവും ചോർന്നുപോയ അവസ്ഥയിലായിരുന്നു ശ്രുതിക്ക്. ഇപ്പോൾ ജൻസനും അമ്മയ്ക്കും അച്ഛനും സഹോദരിക്കും വേണ്ടി ജീവിക്കണമെന്നാണ് ശ്രുതിയുടെ ആഗ്രഹം. അതിനാൽ തന്നെ എല്ലാം സഹിച്ചു കഴിയുകയാണ് ശ്രുതി.